നോബൽ മാരിക്കാരനും VS രഞ്ജിത്തും മുബഷീർ പി അക്ബറും ചേരുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി ആദ്യം നോബലിലേക്കാണ്. നോബൽ, സുധാകരന്റെ വാക്കുകൾ നമ്മൾ കേട്ടു. ഫലം വരുന്നതിന് മുൻപും ശേഷവുമൊക്കെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ സുധാകരന്റെ ഒറ്റ അഭിപ്രായമല്ലല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു പ്രഭാത പരിപാടിയിൽ വെച്ച് തന്നെ സുധാകരൻ രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രസ്താവന നടത്തുന്നു. ഒടുക്കം ഇതാ അങ്ങ് മാറി മറിഞ്ഞ് KC വേണുഗോപാലിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ചിത്രവും പിന്തുണയിലും എത്തിയിരിക്കുന്നു. അത് ഫേസ്ബുക്കിലൂടെയും കണ്ടു കഴിഞ്ഞു. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അതൊക്കെ നമ്മുടെ അഭിപ്രായ പ്രകടനങ്ങൾ മാറ്റിമറിക്കാനും പറ്റുമെന്നാണോ സുധാകരൻ ഉദ്ദേശിക്കുന്നത്? എന്തായാലും ഈ ചെറിയ നേതാക്കളൊന്നുമല്ല, ആലോചിക്കണം. സുധാകരനെ പോലെ കോൺഗ്രസിലെ ഒരു മുതിർന്ന നേതാവാണ് ഈ മുഖ്യമന്ത്രി ചർച്ചകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് എതിർപ്പ് അതിനകത്ത് തന്നെ പലർക്കുമുണ്ട്. KC വേണുഗോപാലാണെങ്കിൽ അതിനെ നിരസിച്ചുകൊണ്ട് ഒരു വാക്കുപോലും പറയുന്നുമില്ല. അപ്പോൾ സുധാകരന്റെ പോക്ക് എങ്ങോട്ടാണ്? നിലവിൽ ഏറ്റവും ഒടുവിൽ വന്ന പ്രതികരണത്തിലടക്കം എന്ത് സൂചനകൾ ലഭിക്കുന്നു നോബൽ? റോഷ്നി പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് സുധാകരൻ. പ്രത്യേകിച്ച് പ്രവർത്തക സമിതിയിലെ അംഗം അടക്കമാണ്. അത്തരത്തിലുള്ള നേതാവാണ് ഇപ്പോൾ ഈ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ചർച്ചകൾ സമൂഹ മാധ്യമങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ് അടക്കമുള്ള പ്രധാനപ്പെട്ട കേരളത്തിലെ നേതാക്കൾ എല്ലാം ഈ ചർച്ചകളെ തള്ളിക്കൊണ്ട് ചർച്ചകളുടെ ആവശ്യം പോലും ഇല്ല എന്ന് വ്യക്തമാക്കിയാണ് പ്രതികരണങ്ങൾ നൽകിയത്. പക്ഷേ സുധാകരൻ എന്താണെങ്കിലും ആ നിലപാടിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും ഉറച്ചു പറയുന്നത് ചർച്ചകൾ, അതായത് മുഖ്യമന്ത്രി ചർച്ചകൾ തെറ്റില്ല എന്ന് തന്നെയാണ്. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്, എല്ലാവർക്കും അഭിപ്രായങ്ങൾ ഉണ്ടാകും. ചർച്ചകൾ ചെയ്ത് തന്നെയാണ് മുൻപും ഈ പാർട്ടിയിൽ ഇത്തരത്തിൽ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിനെ അടക്കം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് തന്റെ വാദങ്ങളെ സുധാകരൻ ഈ ഘട്ടത്തിലും ന്യായീകരിക്കുകയും ചെയ്യുന്നത്. നിലവിൽ കേരളത്തിന് ഇതിനു മുൻപും തെരഞ്ഞെടുപ്പ് ഫലത്തിന് മുൻപ് ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ചർച്ചകൾക്ക് ഫലം ഉണ്ടാകും. അതുതന്നെ അതോടൊപ്പം തന്നെ ചർച്ച ചെയ്യേണ്ട പാർട്ടിയാണ്, വ്യക്തികളല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുന്നു. കേരളത്തിൽ ഇതിനു മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ മുൻപും ചർച്ചകൾ നടത്തുന്നത് ചർച്ചകൾ നടന്നാലേ തീരുമാനം ഉണ്ടാകൂ എന്നടക്കമുള്ള കാര്യങ്ങളും സുധാകരൻ എന്താണെങ്കിലും പറഞ്ഞു വെക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാണിച്ച ആളാണ് സുധാകരൻ. പിന്നീട് പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു നിലപാട് മാറ്റം ഉണ്ടായത് അദ്ദേഹം KC വേണുഗോപാലിനെ പുകഴ്ത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തതാണ്. നിലവിലത്തെ കേരളത്തിൽ തുടരുന്ന ഈ മുഖ്യമന്ത്രി ചർച്ച ആളിക്കറിച്ചത് സുധാകരന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനു പിന്നാലെ MLA മാർ അടക്കമുള്ള ആളടക്കം ഇതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുമായി രംഗത്തേക്ക് വരുന്ന കാഴ്ച അടക്കം നമ്മൾ കാണുകയും ചെയ്തതാണ്. എന്താണെങ്കിലും സുധാകരൻ ഇപ്പോഴത്തെ ചർച്ചകൾ അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നിലപാട് അത് തന്നെയാണ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. വരും ദിവസങ്ങളിലും ഈ ചർച്ച ഇതേപടി തുടരുകയാണെങ്കിൽ വലിയ പ്രതിസന്ധി പാർട്ടിക്കകത്ത് ഉണ്ടാക്കും എന്ന മുന്നറിയിപ്പടക്കം പല നേതാക്കളും നൽകുമ്പോൾ, പ്രത്യേകിച്ച് പരസ്യ പ്രതികരണങ്ങളായി തന്നെ പല നേതാക്കൾ, K മുരളീധരനാകട്ടെ, അല്ലെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താനാകട്ടെ, ബെന്നി ബെഹനാൻ MP ആകട്ടെ, അത്തരത്തിൽ പല നേതാക്കളും ഇതിനോടകം തന്നെ ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ കൃത്യമായി തന്നെ വിശദീകരണം നൽകുകയും ചെയ്തു. ഘടകകക്ഷികൾക്കിടയിലും ഇതിൽ കൃത്യമായി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് നോബൽ പറഞ്ഞതുപോലെ. പക്ഷെ ഇതൊക്കെ ഈ നേതാക്കന്മാർ അറിയാതെ നടക്കുന്ന ചർച്ചകളാണോ?